ഹലോ, എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്ക് നല്ലൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും ഈ ഹെയർ സ്റ്റൈൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതല്ല, നമുക്ക് ക്യാഷ്വലിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാവേ. അപ്പോൾ നമുക്ക് മുടിയൊക്കെ ഒന്ന് ചീവിയെടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ബെല്ലടിച്ച് വെച്ചേക്കണം കേട്ടോ. ഇനി നമുക്കിതാ ഇവിടെ നിന്ന് ഇതേപോലെ ചെറുതായിട്ടൊന്ന് വകച്ചിലെടുത്തിട്ട് മുടി ഒരു സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് സൈഡ് പഫ് ചെയ്യുന്നതാണ് കേട്ടോ. ചിലർക്ക് ഫ്രണ്ട് പഫ് ചെയ്യുമ്പോൾ അത്ര ഭംഗിയില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഈ സൈഡ് പഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. അപ്പോൾ ഇതാ മുടി ഇത്രയും ഒന്ന് വകഞ്ഞെടുത്തു. എന്നിട്ട് അതിതാ ആ ഒരു സൈഡിലേക്കുള്ള മുടി ഇതാ ഇതേപോലെ ഇങ്ങ് പിടിച്ചെടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചീവിയെടുക്കാം. ഇപ്പോൾ ഇതാ ഇതുപോലെ വരും. ഇനി ഈ മുടി ഒന്ന് മേളിലേക്ക് പിടിച്ചിട്ട് മേളിലേക്ക് ഫ്രണ്ടിൽ നിന്നും ഒന്ന് ചീവിയെടുക്കാം. മുടി നല്ലതുപോലെ ചീവിയെടുക്കുക കേട്ടോ, കെട്ടൊന്നുമില്ലാതെ നല്ലതുപോലെ ഇതേപോലെ ആക്കിയെടുക്കുക. ഇനി നമുക്ക് മുടി ഇവിടെ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒന്നുമില്ല, ഇവിടെ പിടിച്ചിട്ട് ഒന്ന് പിരിച്ച് കൊടുത്താൽ മതി. ഇത് ഒരുപാട് പേര് ചെയ്യുന്നൊരു മെത്തേഡായിരിക്കും അല്ലേ. ഇവിടെ നിന്ന് പിരിച്ച് കൊടുക്കാം. പിരിച്ചെടുത്തിട്ടുണ്ട്. പിരിച്ചെടുത്താൽ മുടി ടൈറ്റായിട്ട് പിടിക്കുക. എന്നിട്ട് ഫ്രണ്ടിൽ നമുക്ക് കുറച്ചുകൂടി ഹൈറ്റ് വേണമെങ്കിൽ ഇങ്ങനെ വലിച്ച് പൊക്കി കൊടുക്കാം കേട്ടോ. അത് ഏത് സൈഡിൽ വേണമെങ്കിലും ഹൈറ്റ് കൂടുതൽ വേണമെങ്കിൽ ഇങ്ങനെ മെല്ലെ പൊക്കി കൊടുത്താൽ മതി. മുടി പിരിച്ച് വെച്ചേക്കുന്ന ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കി കൊടുക്കുക. അപ്പോൾ പോകുമെന്നില്ല. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ചീവി കൊടുക്കാം. എവിടെയെങ്കിലുമൊക്കെ പൊങ്ങിയിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാവട്ടെ. ഒന്ന് മുടി ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു സ്ലൈഡ് എടുത്തിട്ട് മുടി ഇവിടെ ഒന്ന് കുത്തി കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് 1-2 സ്ലൈഡ് വെച്ചിട്ട് കുത്തി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മുടി ഇങ്ങനെ വരും. ഒന്ന് ചീവിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നവർക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണെങ്കിലും മതി. മുടി നല്ലതുപോലെ ഒതുങ്ങി കിടന്നോളും. നമുക്ക് പുറത്തൊക്കെ പോകാൻ സുഖമാണ്. ഇനി മറ്റേ സൈഡിലുള്ള മുടി ഇതേപോലെ ഇങ്ങ് ചീവി എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ലതുപോലെ ഒന്ന് ചീവി കൊടുക്കുക, ചുളുങ്ങിയൊന്നും ഇരിക്കാതെ. എന്നിട്ട് നമ്മൾ ആദ്യം പഫ് വെച്ചതിൻ്റെ ബാക്കിലൂടെ അത് മറ്റേ സൈഡിലേക്ക് എടുക്കാം. ഈ ഹെയർ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ, ചുരുട്ടുന്നൊന്നുമില്ല. ആ എടുത്തതുപോലെ തന്നെ ആദ്യം പഫ് വെച്ചതിൻ്റെ ബാക്കിലൂടെ മറ്റേ സൈഡിലേക്ക് എടുത്ത് വയ്ക്കുക. ഇതേപോലെ. ഇനി ആ എടുത്ത മുടി ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. മുമ്പത്തെ പോലെ തന്നെ ഒരു സ്ലൈഡ് വെച്ച് കുത്തി കൊടുക്കാം. ഇപ്പോൾ സൈഡ് പഫ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയുള്ള പരിപാടി. ഇനി ബാക്കിലേക്കുള്ള മുടി ഇതുപോലെ അഴിച്ചിടുകയോ അല്ലെങ്കിൽ ബാക്കിൽ പോണിറ്റെയിൽ കെട്ടുകയോ അല്ലെങ്കിൽ വേറെ സ്റ്റൈൽ കെട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇത് സൈഡ് പഫ് മാത്രമാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത്രയുള്ള പരിപാടി എളുപ്പമല്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം എങ്ങനെയുണ്ടെന്നൊക്കെ. അതേപോലെ ലൈക്ക് തരാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ കൂടെ ബെല്ലടിച്ച് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിൾ ഐഡിയാസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ, സി യു, താങ്ക് യു, ലവ് യു ഓൾ.